ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 ദിവസം എങ്ങനെ വന്നാലും നമുക്ക് ദോശ തന്നെയായിരിക്കും. ചിലപ്പോൾ 2-3 ആഴ്ച ദോശ ഉണ്ടാവില്ല, പിന്നെ വീണ്ടും നമ്മൾ തുടങ്ങും അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് ദോശയ്ക്ക് ചെറുപയർ കറിയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ചോറിനും അത് തന്നെയാണ് ആക്കിയത്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടിട്ട് നമ്മളതൊന്ന് ഉപ്പേരി പോലെയാക്കി എടുത്തു. പിന്നെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ നമുക്കൊരു ഡ്രീം കേക്ക് കിട്ടിയിട്ടു. അപ്പോൾ അത് കഴിച്ചു. അത് നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും നമ്മുടെ കസിൻസാണ്, അവരെ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട്, നല്ല കടുമാങ്ങച്ചാറും ചെറുപയർ ഉപ്പേരി മുട്ട കൊത്തിപ്പിടിച്ചതും കൂട്ടി നന്നായി ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ എൻ്റെ മോളുടെ സ്കൂളിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് PTA മീറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ VCM സ്കോളർഷിപ്പിൻ്റെ പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക്, അതായത് 90% മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെഡലും സർട്ടിഫിക്കറ്റും ഒരു ക്യാഷ് പ്രൈസും ആയിരുന്നു. അത് നമുക്ക് ചെക്കാണ് കിട്ടിയത്. ആ ചെക്ക് മാറാനായിട്ട് പിന്നെ ബാങ്കിലൊക്കെ പോയി ചെക്കൊക്കെ മാറി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായക്ക് മുട്ട ബജിയും ഉള്ളിവടയും പിന്നെ ഒരു ഉള്ളിവടയുടെ തന്നെ വേറെ ചെറിയ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചെറിയ 2 പരിപ്പ് വടയും ചമ്മന്തിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോന്നു. ചായ നമ്മൾ വീട്ടിൽ വന്നിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ലോങ് വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്യാത്തത്. ഷോർട്സ് മാത്രമേ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നൈറ്റ് നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 സബോളയും തക്കാളി എടുത്ത് കുത്തിപ്പിരിച്ച് അത് മുട്ടയിട്ടിട്ട് കുത്തിപ്പിരിച്ചിട്ട് നമ്മൾ നൈറ്റത്തെ ഫുഡും അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു ദിവസം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്.